പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. മൈ വേ ബൈ കല്യാണി ഇൻഫ്ലുവൻസർ അവരൊരു ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തോ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് ഫേസിനൊക്കെ എന്തോ സംഭവിച്ച് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർമാർ ശരിയല്ല എന്ന് പറയുന്നു, ഫേക്ക് ഡോക്ടേഴ്സ് എന്ന് പറയുന്നു, അധികം ബില്ലെടുത്തു എന്ന് പറയുന്നു, ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു, പകുതി ബില്ലേ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ഈ പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ടാണ് ആഴ്ചയിൽ 4-5 വീഡിയോ ഇടുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ. എന്നിട്ട് ആ പ്രൊഡക്റ്റ് ഈ നോക്കുന്ന മൊണ്ണകൾ വാങ്ങുന്നുമുണ്ട്. ഇവർക്ക് ഒരുപാട് പൈസയും പ്രൊമോഷനിൽ കിട്ടുന്നുമുണ്ട്. ഇവർ ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അത് പാവങ്ങളായ വ്യൂവേഴ്സ് നോക്കിയിട്ട് വാങ്ങിയിട്ട് തേച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നവർക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർ പോകുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്തും മറ്റു കാര്യങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഇവർ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇതെന്ത് 6 മാസത്തെ MBBS കോഴ്സാ? ഓക്കെ, എനിവേ ഇവർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളിപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ വീഡിയോസും തോന്നുന്നു 2 വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിവേ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സില്ലേ, അതായത് എന്ത് പ്രൊഡക്റ്റും ഏത് പ്രൊഡക്റ്റും അത് എന്ത് കുന്താണെന്ന് അറിയാതെ പ്രൊമോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി കീശയിലിട്ടിട്ട് ഇവർക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് പോകുന്ന കണ്ടില്ലേ. അപ്പോൾ ഇനിയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത്, ഇങ്ങനത്തെ ഉടായ്പ പ്രൊമോഷനും കൊണ്ട് ഇവരൊക്കെ വന്നാൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റും കൊണ്ട് വന്നാൽ അത് അതേപടി അവരോട് മെസ്സേജ് കമൻ്റൊക്കെ ഇട്ട് ചോദിക്കുന്ന കാണണം, ചേച്ചി ഇതിൻ്റെ ലിങ്ക് തരാമോ, ഇത് എവിടുന്നാണ്, ഇത് മറ്റേതാണ് മറിച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സൊക്കെ സ്കിൻ കെയറിൻ്റെ ഒരുപാട് ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ അത്ര പൈസയൊന്നും ആവില്ല. ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാനുള്ളൂ. അവർ അതിനനുയോജ്യമായ നമ്മുടെ സ്കിന്നിന് പറ്റിയ കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ നിൽക്കണ്ടേന്. ഓക്കെ, എനിവേ ബൈ. ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പൊ ബില്ല് അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സ് അംഗീകരിക്കാത്ത എന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പൊ നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നത്?